യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കത്തിജ്വലിച്ചിട്ടും എരിഞ്ഞു തീരാത്ത മുൾപ്പടർപ്പ് കണ്ട് ആവേശത്തോടെ അടുത്തു വന്ന മോശയോട് ദൈവം പറയുന്ന ഒരു വാചകമുണ്ട്. പുറപ്പാട് 3-ാം അധ്യായത്തിൽ, നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക, എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറം നമ്മുടെ അനുദിന ജീവിതത്തിലും നാം ഈ ദൈവസ്വരം പലയിടങ്ങളിലും കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ കേൾക്കേണ്ടതുണ്ട്. ദൈവത്തോടടുത്ത് വരുമ്പോൾ, അവിടുന്ന് ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ, ദൈവ സാന്നിധ്യത്തിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ, നാം പലപ്പോഴും കേൾക്കേണ്ട പക്ഷേ കേൾക്കാതെ പോകുന്നൊരു സ്വരമായത്, നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയോട് ചേർന്ന് നിൽക്കാൻ എനിക്കും ഉണ്ടാവേണ്ട ഒരു വിശുദ്ധിയുടെ മുന്നറിയിപ്പായി വാക്യങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ അഴിച്ചു മാറ്റേണ്ട ചെരുപ്പുകളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ കണ്ടെത്താമെന്ന്, ആ ചെരുപ്പുകൾ ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു തരികയാണ് കാരിസ് പോയിന്റ് ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്ത്. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, വിശുദ്ധിയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ജീവിതത്തിലുണ്ടാകുന്ന നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യം കേട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ബിനിമോൾ. ഞാൻ തോട്ടയ്ക്കാട് നിന്ന് വരുന്നു. ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. 1 വർഷമായി എനിക്ക് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു, വലത് കൈക്ക് ഷോൾഡർ പെയിൻ ആയിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അത് ആർത്രൈറ്റിസ് ആയിരുന്നു. പിന്നെ തിരിച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ വിദേശത്ത് വെച്ച് ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് യാതൊരുവിധ കുറവുമില്ല. ഞാനൊന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും നാട്ടിൽ വന്ന് ഒന്നുകൂടെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു MRI ചെയ്യണം. MRI ചെയ്തതിന് ശേഷം അതിനകത്ത് തേയ്മാനമുണ്ട്, കശേരുക്കൾക്ക് തേയ്മാനമാണെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ കഴിഞ്ഞ ഈ മാസം 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള അഭിഷേക നിറവ് ധ്യാനത്തിൽ എനിക്ക് പൂർണ്ണമായും ഈശോ സൗഖ്യം തന്നു. എൻ്റെ കൈക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എൻ്റെ ഈ കുഞ്ഞിന് 2-3 ദിവസം എൻ്റെ മൂക്കിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവൻ്റെ മൂക്കിനകത്ത് എന്തോ പരിപ്പായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ അഡ്വൈസ് ചെയ്തു കാരിത്താസിലോ മാതായിലോ കൊണ്ടേ കാണിക്കണമെന്ന്, സെഡേഷനോടുകൂടിയാണ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും എൻ്റെ മമ്മി നിരന്തരമായി പ്രാർത്ഥിച്ചു. ഈശോയെ കരിസ്മരിലെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഈശോ എൻ്റെ കുഞ്ഞിന് യാതൊരു ആപത്തും കൂടാതെ കൊച്ചിൻ്റെ മൂക്കിൽ നിന്ന് അത് എടുത്ത് മാറ്റണമേ എന്ന്. എങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റി. യാതൊരു കുഴപ്പവുമില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷെമ ഇസ്രായേലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വചനം വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ്. നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ കരുത്തുള്ള ഒരു വചനഭാഗം. ഈശോയുമായി അല്ലെങ്കിൽ ദൈവവുമായിട്ട്
ഒരു ആത്മീയ മനുഷ്യൻ അടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവ് തരുന്നൊരു സന്ദേശമാണത്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം. മോശ തൻ്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹൊറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്നും ജ്വലിച്ചുയരുന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നെങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്നും ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടെ നിന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഒത്തിരി കാര്യങ്ങൾ ഈ വചനഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനും ധ്യാനിക്കാനും പറ്റും. ഇവിടെ ഒരു ദൈവ പൈതൽ കർത്താവിലേക്ക്, അവൻ്റെ സ്നേഹത്തിലേക്ക് ആഴപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില പറയാനുള്ള, അച്ഛൻ എനിക്ക് അല്പം കൂടി പ്രാർത്ഥനയിൽ വളരണം, എനിക്ക് അല്പം കൂടി ഈശോയെ സ്നേഹിക്കണം, ഈശോയോട് ചേർന്നിരിക്കണം, എനിക്ക് അല്പം കൂടി ഈ ആത്മീയ കാര്യങ്ങൾക്ക് പക്വത പ്രാപിക്കണം, ഭയങ്കര ആഗ്രഹം അച്ഛൻ. ഇവിടെ നോക്കിയേ, ഈശോയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്തേക്ക് മോശ വരാൻ ഒരുങ്ങിയപ്പോൾ സ്വർഗം മന്ത്രിച്ചൊരൊറ്റ കാര്യമുള്ളൂ. എന്നതാ? മോശേ, നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്, അതുകൊണ്ട് നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. മോശ, നീ കടന്നു വരുന്ന ഇടം പരിശുദ്ധമായതുകൊണ്ട്, പരിശുദ്ധമായ ഒരിടത്തിലേക്കാണ് നിന്റെ യാത്രയെന്ന് നീ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിനെ അഴിച്ചു മാറ്റുക. ഒരു കാര്യം ഉറപ്പാണ്, ചിലതൊക്കെ അഴിച്ചു മാറ്റാതെ ഒരാൾക്കും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കാൻ പറ്റില്ല. ഒരാൾക്കും ദൈവത്തെ അടുത്ത് അറിയാനോ അനുഭവിക്കാനോ പറ്റില്ല. അഴിച്ചു മാറ്റണം. ഇന്നിവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ദൈവത്തെ അനുഭവിക്കണം, എനിക്ക് പ്രാർത്ഥനയിൽ അഭിഷേകം വേണം, എനിക്കൊരു ദൈവാനുഭവം വേണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ അഴിച്ചു മാറ്റുന്ന കാര്യം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, മോശേ, നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്, സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റ്. കാലിലെ ചെരുപ്പ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ചെരുപ്പ് എപ്പോഴും എല്ലാ അഴുക്കിലും എല്ലായിടത്തും ചലിക്കുന്നതാണ് ഒരുവിനെ ചെരുപ്പ് കടന്നു പോകുന്ന. അതുകൊണ്ട് തന്നെ കർത്താവ് പറയാണ്, നിന്റെ കാലിലെ ചെരുപ്പ് അശുദ്ധമായ ഒരു മേഖല അഴിച്ചു മാറ്റണം. ജീവിതത്തിന് വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. വിശുദ്ധ ജീവിതത്തിൻ്റെ വഴികളിൽ എവിടെയെങ്കിലും നമ്മളെ തകർക്കുന്നുണ്ടെങ്കിൽ, അശുദ്ധമായ എന്തെങ്കിലും, അശുദ്ധിയുടെ എന്തെങ്കിലും ഒരു പോറൽ നമ്മുടെ ജീവിതത്തിൻ്റെ, ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ഭാഗമാണെങ്കിൽ, ഏത് മേഖലയിലാണോ ഈ അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഒട്ടി നിൽക്കുന്നത് അതിനെ അഴിച്ചു മാറ്റണം. അതിനഴിച്ചു മാറ്റണം. അതുകൊണ്ടാണല്ലോ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ, ദേവാലയത്തിൽ കയറുമ്പോൾ ഒക്കെ നമ്മൾ ചെരുപ്പഴിച്ചു മാറ്റുന്നത്. എന്തുകൊണ്ടാണ്? അത് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം നടന്ന് അവിടെ അശുദ്ധി ഉള്ളതുകൊണ്ടാണ്, മാലിന്യം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ പ്രവേശിക്കുന്നിടം മാലിന്യമില്ലാതെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നിടം അല്ലെങ്കിൽ മാലിന്യമില്ലാത്തിടമായതുകൊണ്ട് നമ്മൾ ഈ ചെരുപ്പ് അഴിച്ചു മാറ്റിയിട്ടിട്ട് കയറുന്നത്. അപ്പോൾ വിശുദ്ധിയുടെ മേഖലകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും അഴിച്ചു പണിയേണ്ടതുണ്ടെങ്കിൽ, അഴിച്ചു മാറ്റേണ്ടതുണ്ടെങ്കിൽ, അത് അഴിച്ചു മാറ്റാത്തിടത്തോളം കാലം കർത്താവിൻ്റെ ഒരു അനുഭവം സ്വന്തമാക്കാൻ പറ്റില്ല. കർത്താവിന് അടുത്ത് അനുഭവിക്കാനോ അനുഗമിക്കാനോ പറ്റില്ല. വളരെ മോശ തെരഞ്ഞെടുക്കാൻ അവനെ തെരഞ്ഞെടുക്കുക കർത്താവ്. അപ്പോൾ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, അവനെ പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് സ്വർഗം പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അതാണ് കർത്താവിൻ്റെ ഒരു സ്വരം അവൻ കേട്ടു, മോശേ മോശേ. അവൻ വിളി കേട്ടു. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോശേ, കാലിലെ ചെരുപ്പഴിച്ചു മാറ്റ്, നീ നിൽക്കുന്നിടം പരിശുദ്ധമാണ്. ഒരു ദൈവാനുഭവം ഉണ്ടാവുക മോശയ്ക്ക്.
മോശ ദൈവത്തെ മുഖാമുഖം കാണുക, മുൾപ്പടർപ്പ് കാണുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. അപ്പോൾ മോശയ്ക്ക് ആ ദൈവ സാന്നിധ്യം അടുത്തനുഭവിക്കാനുള്ള ഒരു ആഗ്രഹം എടുത്തപ്പോഴാണ് കർത്താവ് പറയുന്നത് കാലിലെ ചെരുപ്പഴിച്ചു മാറ്റണം, അശുദ്ധമായതോ കഴിച്ചു മാറ്റണം. അല്ലേ? നോക്കിക്കേ, എന്നെ ഈ ഞാനാകുന്ന ഒരു ആത്മീയ മനുഷ്യനായി എന്നെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്ന, കണക്ട് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ചെരുപ്പല്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ, അങ്ങനെ ഒരു അർത്ഥം കൂടെ അതിനകത്തില്ലേ? ഈ ലോകവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത് തന്നെ ഈ ചെരുപ്പാണ്. അങ്ങനെ ഒരു ആത്മീയ വശം കൂടി വേണമെങ്കിൽ എടുക്കാം. ഒരു ആത്മീയ മനുഷ്യനോ ഉയർന്നു പൊങ്ങണമെങ്കിൽ ഈ ലോകത്തോട് നിന്നെ ബന്ധിക്കുന്ന സകലതിനെയും അഴിച്ചു മാറ്റാൻ നീ തീരുമാനമെടുക്കും, എങ്കിലേ ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റും. ഈ ലോകവുമായിട്ടുള്ള, ഈ ലോകത്തിൻ്റെതായ, ലോകം വെച്ച് നീട്ടുന്ന, ലോകം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ആ സുഖങ്ങളെയും ലൗകിക മോഹങ്ങളെയും അതിനൊക്കെ നമ്മൾ അഴിച്ചു മാറ്റുമ്പോൾ, അതിൽ നിന്നും ആ ബന്ധം നമ്മൾ വിച്ഛേദിക്കുമ്പോൾ നമ്മുടെ ആത്മീയ മനുഷ്യൻ വളരാൻ തുടങ്ങും, ആത്മീയ മനുഷ്യൻ വളർച്ച പ്രാപിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ മണ്ണിനോട്, മണ്ണിൽ മുട്ടി നിൽക്കുന്നത് ചെരുപ്പാണ്. ആ ചെരുപ്പഴിക്കാൻ പറഞ്ഞു. ആ മണ്ണുമായിട്ടുള്ള ബന്ധം, ലോകവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാതെ, അഴിക്കാതെ പ്രിയപ്പെട്ടവരെ ഒരു ആത്മീയ മനുഷ്യനാകാൻ പറ്റില്ല. ദൈവസ്നേഹത്തിൽ വളരാൻ പറ്റില്ല. ദൈവാനുഭവം ഉണ്ടാകില്ല. കർത്താവിൻ്റെ ആത്മീയ പക്വതയുള്ള ദൈവ പൈതലായി വളരാൻ പറ്റില്ല. അഴിച്ചു മാറ്റണം. ലോകത്തിൻ്റെ എല്ലാ ബന്ധനക്കെട്ടുകളിൽ നിന്ന് നമ്മൾ അഴിയണം. അതുകൊണ്ടാണ് പറയുന്നത്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ഈ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. സമ്പത്തിനോട്, പണത്തിനോട്, സൗകര്യങ്ങളോട്, ലോകമോഹങ്ങളോട്, ജഡത്തിൻ്റെ ഇഷ്ടങ്ങളോട്, ലോകം വെച്ച് നീട്ടുന്ന തുച്ഛമായ പാപത്തിലേക്ക് നയിക്കുന്ന പാപ കൂട്ടുകെട്ടുകളോട്, പാപ ബന്ധങ്ങളോട്, ഇതൊക്കെ ഉപേക്ഷിക്കാതെ, ഇതൊക്കെ അഴിച്ചു മാറ്റാതെ ഈശോയെ അടുത്ത് അനുഭവിക്കാൻ നമുക്ക് പറ്റില്ല. കർത്താവിനെ അനുഭവിക്കാൻ പറ്റില്ല. പ്രത്യേക ഇടങ്ങളൊന്നുമില്ല. ഒരു ദൈവാനുഭവത്തിന് പ്രത്യേക ഇടങ്ങളൊന്നുമില്ല. നമ്മൾ വിചാരിക്കും പള്ളിയിൽ ഇരിക്കും മാത്രമേ ദൈവാനുഭവം ഉണ്ടാവണം, നിർബന്ധമില്ല. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ മാത്രമേ ദൈവാനുഭവം ഉണ്ടാവും, നിർബന്ധമില്ല. ധ്യാനം കൂടുമ്പോൾ മാത്രമേ ദൈവാനുഭവം ഉണ്ടാവും, നിർബന്ധമില്ല. വചനം പറയുന്നു, മോശ ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുകയാണ്. മോശ ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുക. ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് മോശയ്ക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത്. അപ്പൊ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോഴും ഒരുവന് ദൈവാനുഭവം ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവിത ദൗത്യങ്ങൾ സമർപ്പണത്തോടെ ഒരു ദൈവ പൈതൽ ജീവിച്ച് ചെയ്ത് കടന്നു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഏത് നിമിഷവും ഒരു ദൈവാനുഭവമായി കടന്നു പോകാം. ഒരു കുടുംബജീവിതത്തിന് വിളി സ്വീകരിച്ചിരിക്കുന്ന, ഒരു പൗരോഹിത്യ ജീവിതത്തിന് വിളി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തി, ഒരു പഠന മേഖലയിലായിരിക്കുന്ന മകന്, മകള്, ജീവിതത്തിന് ഏത് ജീവിത അന്തസ്സിലായിക്കോട്ടെ, ഏത് വിളി ആയിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, ഏത് ശുശ്രൂഷ മേഖലയിലായിക്കൊള്ളട്ടെ, ഏത് മേഖല, അതിനോടൊരു സമർപ്പണം എടുക്കുമ്പോൾ, ആ ചെയ്യുന്ന കാര്യങ്ങൾ പരിപൂർണമായ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ ഇടങ്ങൾ, ദൈവാനുഭവത്തിൻ്റെ ഇടങ്ങൾ ഒരു പ്രശ്നമല്ല. വചനം പറയുന്നു, ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ മോശയ്ക്ക് ദൈവാനുഭവം ഉണ്ടാവുകയാണ്. അപ്പൊ ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവാനുഭവം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു ദൈവാനുഭവം ഉണ്ടാകാം. പക്ഷേ ആ ദൈവത്തോടുള്ള വലിയ സ്നേഹത്തോടെ, ആ സമർപ്പണത്തോടെ, ആ കമ്മിറ്റ്മെൻറ്റിലൂടെ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ദൈവാനുഭവം ഉണ്ടാകും. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്, ദൈവാനുഭവം ഉണ്ടാകുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെറുതായിരിക്കാം, വലുതായിരിക്കാം. ചിലപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ ശുശ്രൂഷകളായിരിക്കാം, ബൈബിൾ എടുത്തുകൊണ്ട് വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാരെ ലൈൻ നിർത്തി ക്യൂ നിർത്തുന്നതായിരിക്കാം കൺവെൻഷൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ആൾക്കാർക്ക് വെള്ളം കൊടുക്കുന്നതായിരിക്കാം, കഞ്ഞി വിളമ്പുന്നതായിരിക്കാം. ശുശ്രൂഷകളുടെ വലിപ്പമല്ല, ആയിരിക്കുന്ന ഇടങ്ങളുടെ വലിപ്പമല്ല, സ്റ്റേജിൽ നിൽക്കുന്നവന് മാത്രമല്ല അഭിഷേകം കിട്ടുന്നേ, വചനം പറയുന്നവന് മാത്രമല്ല അഭിഷേകം കിട്ടുന്നേ, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവൻ മാത്രമല്ല ദൈവാനുഭവത്തിൽ നിലനിൽക്കുന്നേ, ദൈവാനുഭവം ഉണ്ടാകുന്നേ.
നമ്മളെ സ്വർഗമേൽപ്പിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിൻ്റെ നടുവിലും അതിനോടൊരു സമർപ്പണം, അതിനോടൊരു സത്യസന്ധത, അതിനോടൊരു ആത്മാർത്ഥത, 100% കമ്മിറ്റ്മെൻറ്റ് ഞാനും നിങ്ങളും പുലർത്തുമ്പോൾ അതിലെ കൊച്ചു പ്രവർത്തികൾ വരെ, അതിലെ ചെറിയ അനുഭവങ്ങൾ വരെ ദൈവാനുഭവമായിട്ട് നിനക്ക് മാറാം. അതുപോലെ ദൈവാനുഭവമായിട്ട് മാറും. അരിസ്മല് ശനിയാഴ്ചയിൽ വരുന്നൊരു സഹോദരി പറഞ്ഞ കാര്യം, അച്ചോ കുറേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ചോ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മകളുടെ ഒരു കാര്യം, ഒരു വിഷയം, ആ വിഷയം വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ദൈവത്തെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ശനിയാഴ്ചകൾ കൺവെൻഷൻ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു വിസയുടെ ഒരു പ്രശ്നമാണ്. ഇന്ന ദിവസം വിസ ശരിയായില്ലെങ്കിൽ മകൾ വിദേശത്ത് നിന്ന് പോരണം, നാട്ടിൽ പോരണം, വേറെ നിവൃത്തിയൊന്നും നിൽക്കാൻ പറ്റിയല്ല. അപ്പം അങ്ങനെ ഭയങ്കര വിഷമമാണ്, അങ്ങനെ ഭാരപ്പെട്ടിരിക്കുക. പക്ഷെ എന്നിട്ടും പ്രാർത്ഥിക്കുന്നതൊക്കെയുണ്ട്, ദൈവത്തെ വിളിക്കുന്ന എല്ലാം ചെയ്യുന്നുണ്ട്, ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് കംപ്ലീറ്റ് സമർപ്പണം എടുത്ത് മകള് വിളിക്കുമ്പോൾ മകളെ ദൈവം തരും, നീ വിശ്വസിക്കുക, ദൈവം തരും. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ, ഞാൻ തമ്പുരാന്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ ആഴ്ച നിനക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച് നമ്മുടെ ദൈവം അനുഗ്രഹിക്കും, ദൈവം തരും, വിശ്വസിക്കുക, ദൈവം ഇടപെടും, ദൈവാനുഭവം ഉണ്ടാകും, ദൈവാനുഗ്രഹം, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് സമയം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ ഉള്ളൂ, 5 ദിവസമുള്ളൂ, 4 ദിവസമുള്ളൂ, 2 ദിവസമുള്ളൂ. അപ്പോഴും ഈ മകള് പിറ്റേ ദിവസം ഒരു അച്ഛോ അവസാനത്തെ ശനിയാഴ്ച വന്നിട്ട് അച്ഛോ നാളെയും കൂടി ശരിയായില്ലെങ്കിൽ തിരിച്ചു പോകാം, പക്ഷെ എനിക്ക് ഉറപ്പാ അച്ഛോ കർത്താവ് ഇടപെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, കൃത്യം ആ ദിവസം തന്നെ പിറ്റേ ദിവസം പോരുന്നതിൻ്റെ തലേ ദിവസം ദൈവാത്മാവ് ഇടപെട്ടു, അവളുടെ കാര്യങ്ങളൊക്കെ കർത്താവ് ശരിയാക്കി. അതോടുകൂടി ഒരു ദൈവാനുഭവം ഉണ്ടാവുക, ഒരു അനുഭവത്തിലേക്ക് നടത്തുകയാണ്. ചെയ്ത് ആ ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ ആ സമർപ്പണത്തിൽ ദൈവത്തെ വിളിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒക്കെ ആ ഒരു സമർപ്പണം എടുത്തപ്പോൾ അവിടെ മകളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം വലിയൊരു ദൈവാനുഭവമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു ഭയങ്കര ഒരു ദൈവാനുഭവമായിട്ട്. അപ്പോൾ ഇനി ദൈവത്തെ എങ്ങനെയാണ് ദൈവാനുഭവം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും ദൈവത്തിന് തന്നെ വെളിപ്പെടുത്താം. ഇങ്ങനൊരു അനുഭവം പോലും ഒരുപക്ഷെ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാനുള്ള ഒരു അനുഭവമായിട്ട് മാറാം. കാരണം എന്താ, അങ്ങനെ പെട്ടെന്ന് ദൈവം ഇടപെട്ടത് പോലും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. ആരിലൂടെ വേണമെങ്കിലും ഇടപെടാൻ പറ്റും. വലിയ ബ്രഹ്മാണ്ഡം കാര്യങ്ങൾ ചെയ്തിട്ടോ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടോ ഒക്കെ ദൈവത്തിന് ഇടപെടാൻ പറ്റും. അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഒരു ദൈവാനുഭവം. ആ ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചെയ്യുന്ന പ്രവർത്തികളോട്, ആയിരിക്കുന്ന ഇടങ്ങളോട്, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തോട് ഒരു സമർപ്പണമെടുത്ത് ചെയ്യാൻ നമ്മൾ നിൽക്കണം. അങ്ങനെ ചെയ്തു പോകുമ്പോൾ അതുകൊണ്ട് ദൈവാനുഭവം ഉണ്ടാകാനായിട്ട് നമ്മൾ ഇന്ന സ്ഥലത്തായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമല്ല. പിന്നെ ദൈവം തെരഞ്ഞെടുത്ത ഇടങ്ങളിൽ ദൈവാനുഭവം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ കൃത്യമായിട്ട് ദൈവത്തിന് ഏത് ജീവിതത്തിൻ്റെ ഇടങ്ങളിലും ഒരു ദൈവാനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്താൻ പറ്റും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, മോശ ദൈവസ്വരം കേൾക്കുകയാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ ദൈവമായിട്ട് കാണാൻ പറ്റുന്നില്ല. ആത്മാവായ ദൈവമായതുകൊണ്ട് മുൾപ്പടപ്പിൽ അവൻ്റെ സാന്നിധ്യം കണ്ട മോശ അവിടെ സാന്നിധ്യം കാണുക മാത്രമല്ല ചെയ്ത്, ഇന്നലകളിൽ പ്രവാചകന്മാർ ദൈവസ്വരം കേട്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവിടെ മോശ കേൾക്കുകയും കാണുകയും ചെയ്യാം. ഭയങ്കര അനുഭവം ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ ദൈവസ്വരം കേൾക്കാം, പക്ഷെ ഇവിടെ ദൈവത്തെ കേൾക്കുകയും ദൈവത്തെ കാണുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു അനുഭവമാണ് മോശയ്ക്ക് ദൈവം കൊടുക്കുന്നത്. ആ ഒരു അനുഭവം മോശയെ മുന്നോട്ടുള്ള തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ചേർന്നിരിക്കാനും തൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതൊക്കെ മോശ വിശുദ്ധീകരിച്ചിട്ടുണ്ട്. കർത്താവിനോട് ചേർന്നിരിക്കാൻ മോശ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട പലതിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോശയ്ക്ക് ദൈവാനുഭവം സമ്മാനിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ, മോശയെ നിൻ്റെ കാലിലെ ചെരുപ്പ് നീ അഴിച്ചു മാറ്റ്. അതോടുകൂടി അനുഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുക, അവരോട് ഒട്ടിച്ചേർന്നിരിക്കാനുള്ളൊരു കൃപ കിട്ടുക, ആ ദൈവാനുഭവം പൂർണ്ണമാവുക. അപ്പോൾ ഒരു ദൈവാനുഭവം പൂർണ്ണമാകണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, ചില കാലുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന, ജീവിതത്തെ കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകളെ അഴിച്ചു വിട്ടിട്ട് ദൈവം അനുവദിക്കാത്ത, ദൈവം ആഗ്രഹിക്കാത്ത ചിലതൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് മാറ്റി നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ശക്തമായ
ശക്തമായ ഇടപെടലും ദൈവം നമുക്ക് വേണ്ടി തന്നെ വെളിപ്പെടുത്തും. അതുകൊണ്ട് വചനം പറയുന്നു, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആരംഭത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തും. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് വെളിപ്പെടുത്തും. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് വെളിപ്പെടുത്തും. അന്വേഷിക്കുന്നവർക്ക് കർത്താവ് തന്നെ തന്നെ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ദൈവത്തെ ആഴമായിട്ട് അന്വേഷിച്ച്, അവൻ്റെ സ്നേഹത്തിൽ ആഴമായിട്ട് ആശ്രയിച്ച്, അവനിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിലായിരിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ഓരോ ജീവിതത്തിനും ഓരോ വേളകളിലും നിമിഷങ്ങളിലും ഓരോ കാൽവെപ്പിലും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ കർത്താവ് തരും. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ദൈവം നമുക്ക് വേണ്ടി അതൊക്കെ ദൈവാനുഭവങ്ങളായിട്ട് വരും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ദൈവാനുഭവത്തിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റും. ഈ ഒരു അനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ഇറക്കി വെച്ചിട്ട്, കർത്താവ് എനിക്കൊരു ആഴമായ ഒരു ദൈവാനുഭവം വേണം. അതിനുവേണ്ടി നമുക്കൊന്ന് എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒറ്റ വിഷയമുള്ളൂ, ഒരു ആഴമായ ദൈവാനുഭവം, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ക്രൈസ്റ്റ്, ഒരു വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കൂടിയേ തീരും. ഒരനുഭവം തരണമേ എന്ന് ഈ ആരാധന സമയത്ത് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവ്യകാരുണ്യമായ ഈശോ ഇതാ നമ്മുടെ കൂടെ. നിത്യജീവൻ്റെ അപ്പം, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന മന്ന, കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ഇത് ആരാധനയുടെ നിമിഷമാണ്, ദൈവത്തെ ആരാധിക്കേണ്ട നിമിഷം. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ആരൊക്കെ കർത്താവിനെ ദർശിച്ചുവോ അവരൊക്കെ കമിഴ്ന്ന് വീണ് ദൈവത്തെ ആരാധിക്കുന്നവരായി മാറി. വചനത്തിലൂടെ നമ്മൾ കണ്ടു ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒരു ക്ലോസർ എക്സ്പീരിയൻസ് ഓഫ് ക്രൈസ്റ്റ്. വ്യക്തിപരമായ വളരെ അടുത്ത് ഒരു ദൈവാനുഭവം സ്വന്തമാക്കാൻ വചനത്തിലൂടെ നമ്മൾ കേട്ടു, നമ്മുടെ കാലിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റണം. അതാണ് മോശ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുത്ത് വന്നപ്പോൾ കർത്താവ് മോശയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം, നിൻ്റെ കാലിലെ ചെരുപ്പഴിക്കുക. ഇതാ കർത്താവ് നമ്മുടെ കൺമുമ്പിലുണ്ട്, ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഇവനെ ബാഹ്യ നയനങ്ങൾ കൊണ്ട് കണ്ട് വിശ്വാസത്തിൻ്റെ നയനങ്ങൾ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റണമെങ്കിൽ ചില മേഖലകളിലൊക്കെ നമ്മൾ അഴിച്ചു മാറ്റൽ നടത്തണം. വിശ്വാസത്തിൻ്റെ മേഖലയിൽ എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കേടുവാക്ക് പോക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാം. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ അപ്പത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കാണാൻ എൻ്റെ ആന്തരിക നയനങ്ങളെ, എൻ്റെ ആത്മീയ നയനങ്ങളെ തുറന്ന് തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കും. ഏതൊക്കെ വിഷയങ്ങളാണോ ദൈവം ഇടപെടണമെന്ന് നീ ആഗ്രഹിക്കുന്നു, ആ വിഷയങ്ങൾ ഇപ്പോൾ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. നീ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, കർത്താവിനെ അടുത്തറിയാൻ, അടുത്തനുഭവിക്കുവാൻ, അവൻ്റെ ഒരു ദർശനം സ്വന്തമാക്കാൻ നിന്നിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ അശുദ്ധിയുടെ മേഖലകൾ, ലോകത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം. കാരണം ലോകത്തിന് പരിശുദ്ധാത്മാവിനെ, ഈ ആനന്ദത്തെ, ഈ സന്തോഷം സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലോകവുമായി നിന്നെ ബന്ധപ്പെടുത്തുന്ന എല്ലാം മുറിച്ചു മാറ്റാം. ലോകത്തിലേക്ക് നിന്നെ വലിച്ചഴയ്ക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നെ അകറ്റുന്ന എല്ലാത്തിനും ഒന്ന് വിട പറയാൻ ഒരു തീരുമാനമെടുത്തേ. എല്ലാ അശുദ്ധിയുടെ മേഖലകൾ, പാപ കൂട്ടുകെട്ടുകൾ, പാപത്തോടുള്ള ഒരു ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ചില അശുദ്ധമായ മേഖലകളിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കാനുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ, ചില അശുദ്ധികൾ, ചില പാപങ്ങൾ, താലോലിക്കാനുള്ള നിൻ്റെ പ്രവണതകൾ, ചില സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളാണെന്നറിഞ്ഞിട്ടും പാപകരമാണെന്നറിഞ്ഞിട്ടും അത് അങ്ങനെ ഒരു പൊക്കോട്ടെ എന്നുള്ള നിൻ്റെ തെറ്റായ ബോധ്യങ്ങൾ, ചിന്തകൾ, ഒരു വിശുദ്ധീകരണം നീ ആഗ്രഹിക്കാത്ത നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും കർത്താവിന് മുമ്പിൽ കൊടുക്ക്. നിൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ കൊടുക്ക്,
ദൈവത്തെ അടുത്തറിയാൻ, അനുഭവിക്കുവാൻ നിന്നിൽ തടസ്സമായി നിൽക്കുന്നതിൻ്റെ എല്ലാ അശുദ്ധിയും കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, ചില ലോകമോഹങ്ങൾ, ചില ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ, ചില സമ്പത്തോടുള്ള അമിതമായ ആഗ്രഹങ്ങൾ, ചില ജഡത്തോടുള്ള അതുപോലുള്ള അഭിനിവേശം, ഇതൊക്കെ ആത്മാവിൽ ഉണരുന്നതിന് തടസ്സമാണെന്നറിയാം. അതെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നു. ചില ലഹരിയുടെ സ്വാധീനങ്ങൾ, മദ്യത്തിൻ്റെ, പുകവലിയുടെ, കഞ്ചാവിൻ്റെ സ്വാധീന വലയങ്ങൾ, ചില ജഡിക വൈകൃതങ്ങൾ, അതിൻ്റെ സ്വാധീന വലയങ്ങൾ, ബ്ലൂ ഫിലിം പോലുള്ള അശുദ്ധമായത് എൻ്റെ കണ്ണുകളിലൂടെ കടന്നു വന്ന് കണ്ണുകൾ ഇന്ന് തിമിരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുക. ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിൻ്റെ കണ്ണുകളിലൂടെ പ്രവേശിച്ച് ഹൃദയത്തിലേക്ക് ഊറിക്കൂടിയ എല്ലാ അശുദ്ധിയും ഇപ്പോൾ കഴുകി വിശുദ്ധീകരിക്കട്ടെ. നിൻ്റെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളിലേക്ക് കർത്താവിൻ്റെ സ്നേഹമൊഴുകി ഇപ്പോൾ സൗഖ്യം നൽകട്ടെ. കർത്താവെ, അങ്ങേ എനിക്കറിയണം, അങ്ങയുടെ സ്നേഹം അറിയണം, അങ്ങ് എനിക്കൊന്ന് അനുഭവിക്കാൻ പറ്റണം, അങ്ങയുടെ അടുത്ത അനുഗമിക്കാനുള്ള കൃപ എനിക്ക് തരണം എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹവലയത്തിലായിരിക്കാനും ആ സ്നേഹവലയം അടുത്തറിയാനും അനുഭവിക്കുവാനും തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ അധികാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുന്നു. എല്ലാ അശുദ്ധിയുടെ മേഖലകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. കർത്താവെ, ഈ മക്കൾ ലോകത്തോട് അതുപോലെ കെട്ടപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് വചനത്തിലൂടെ അങ്ങ് പറഞ്ഞില്ലേ? അതുപോലെ ദൈവത്തോടുള്ള ശത്രുതയുള്ള എല്ലാ ലോക മൈത്രികളെയും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തോടുള്ള അമിതമായ ബന്ധങ്ങൾ, ജഡത്തോടുള്ള അമിതമായ അഭിനിവേശങ്ങൾ, ജഡിക സുഖങ്ങളോടുള്ള ആഗ്രഹങ്ങൾ എല്ലാം കർത്താവെ ഇപ്പോൾ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കളെ പാപത്തിൽ കെട്ടിയിടുന്ന എല്ലാ തിന്മയുടെ സ്വാധീന വലയങ്ങളെ, എല്ലാ അശുദ്ധിയുടെ മേഖലകളെ, എല്ലാ പൈശാചിക ശക്തിയുടെ ഉപദ്രവം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിക്കുന്നു. വെളിപാട് 12:11, ലൂക്ക 9:1-2, മത്തായി 18:18 അധികാരത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ തീരുമാനമെടുത്തേ. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ദൈവത്തെ ദർശിക്കണോ, ദൈവത്തെ പ്രസാദിപ്പിക്കണമോ, ദൈവത്തോട് ചേർന്നിരിക്കണമോ, വിശുദ്ധ ജീവിതം നിർബന്ധമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നു. അവരാഗ്രഹത്തോടെ, വിശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹത്തോടെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയെ കണ്ട് ഹൃദയം കൊണ്ട് സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ